ഇപ്പോൾ സൊല്യൂഷൻ്റെ പാർട്ട് 5 നമുക്ക് തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതായത് അതിനകത്ത് പറഞ്ഞ ഇത്രയൊക്കെയാണ്: ലോവറിങ് എ വേപ്പർ പ്രഷർ ഡെൽറ്റ പി ഈക്വൽ ടു P0 A ഇൻറ്റു W2/W1 ഇൻറ്റു M1/M2 എന്നൊരു ഫോർമുല കൊണ്ടുവന്നു. ലോവറിങ് എ വേപ്പർ പ്രഷർ. രണ്ടാമതൊന്ന് കൊണ്ടുവന്ന് ഇതാണ്: എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു 1000 KB W2 ബൈ മറന്നു പോയിട്ടില്ലല്ലോ W1 ഇൻറ്റു M2 എന്നൊരു ഫോർമുല കൊണ്ടുവന്നു. മൂന്നാമത് ഡിപ്രഷൻ ഫ്രീ സിമ്പിൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു 1000 KF W2 ബൈ W1 ഇൻറ്റു M2 KF. ഒറ്റ വ്യത്യാസമില്ല, KF മാത്രമേ ഉള്ളൂ. ഇനി നാലാമതൊരു പോയിൻ്റ് കൊണ്ടുവന്ന് പൈ വി ഈക്വൽ ടു NRT, അതായത് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇത് ലോവറിങ് വേപ്പർ പ്രഷർ, എലിവേഷൻ ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം ഇത്രയും 4 കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവിടെ നിർത്തിയത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് നോക്കാം അടുത്തത്. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂൾസ് എന്ന് പറഞ്ഞു: സൊല്യൂഷൻ ഷുഡ് ബി നോൺ വോളറ്റൈൽ, സൊല്യൂഷൻ ഷുഡ് ബി നോൺ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇലക്ട്രോലൈറ്റ് ആയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടല്ലോ. എന്താണത്? അതാ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നോൺ വോളറ്റൈൽ, നോൺ ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കണം. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചാൽ എന്തായിരിക്കും? ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചാൽ അബ്നോർമാലിറ്റി കാണിക്കും. ഇപ്പോൾ കോവിഡിൻ്റെ മരുന്ന് തന്നെ വരുന്നു. ഏതോ രാജ്യം മരുന്നിറക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ രോഗിക്ക് വേറൊരു രോഗം വന്ന് പിടിപെട്ടു. ഒരു സൈഡ് വേറെ എഫക്റ്റ്, പെട്ടെന്ന് എഫക്റ്റ്, അതായത് മറ്റൊന്ന് ഉണ്ടായി, അബ്നോർമാലിറ്റി ഉണ്ടായി. ഒരാൾ മോഹാലസ്യപ്പെട്ട് വീണു. എന്താ അബ്നോർമാലിറ്റി? ഒന്നിൽ നിന്നും ഒരെണ്ണം മാറ്റുമ്പോൾ മറ്റൊന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു അബ്നോർമാലിറ്റി, ദരിസാന അബ്നോർമാലിറ്റി ഉണ്ടാകുക, ഒരു മാറ്റം ഉണ്ടാകുക. വേറെ ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് അറിയുമോ ഇല്ലെന്ന് അറിയത്തില്ല. ചിലപ്പോൾ പണ്ടുള്ള വീടുകളിലൊക്കെ വലിയ കുഴിയുണ്ട്, കിണറെന്ന് പറയും അതിന്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ. കിണർ കണ്ടുണ്ടോ? നല്ല ആഴമുണ്ട്. അറിയാം അല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് അറിയാമെന്ന്. കാരണം നിങ്ങൾ പൈപ്പിലെ കാര്യമാണ്. ഞങ്ങളെ കാലത്തൊക്കെ എന്ന് പറയുന്നത് രാവിലെ വരും, വെള്ളം ഇങ്ങനെ തൊട്ടിക്കകത്ത് നിറച്ച് കുഴിയിൽ നിന്നും മുകളിലോട്ട് വലിച്ച് കയറ്റും. നല്ലൊരു എക്സസൈസാണ്. ഇന്നോ പൈപ്പ് തിരിച്ചാൽ മാത്രം മതി. അന്ന് ഭയങ്കര ആഴത്തിലെ കിണറിനകത്തുനിന്ന് വെള്ളം മേളിൽ കൊണ്ടുവരണം. ഇന്നും അത് പമ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മറ്റേ ഞങ്ങൾ കിണർ വെള്ളം കോരും. ഇപ്പം നമ്മൾ നോക്കി കിണറ്റിൽ അല്ലെങ്കിൽ കിണറുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, തൊട്ട് വെള്ളത്തിന് താഴോട്ടങ്ങ് പോട്ട്, താഴോട്ടങ്ങ് പോയിട്ട് വെള്ളം നിറച്ചിട്ട് താഴോട്ടങ്ങ് പോട്ട്, എന്നിട്ട് വലിക്കേ. ശരിക്കുള്ള വെയിറ്റ് കിട്ടുമോ അവിടെ? ഇല്ല. ആ സർഫസ് വന്നതിന് ശേഷം പിന്നെ വലിക്കേ, വെയിറ്റ് വ്യത്യാസം ഉണ്ടല്ലേ? അതാണ് അബ്നോർമാലിറ്റി. ഇപ്പം രോഗി ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ ഉടനെ നെറ്റി കൈ വെച്ച് നോക്കും, പനിയാണെന്ന് പറഞ്ഞ് നെറ്റി കൈ വെച്ച് നോക്കും. ഇപ്പോഴാണ് നെറ്റി കൈ വെച്ചല്ല നോക്കുന്നത്. ഇപ്പോൾ ഒരു സുനോഗ്രാഫിയുണ്ട്. ആ സുനോഗ്രാഫി വെച്ച് നെറ്റിലും അടിച്ചു നോക്കുമ്പോൾ ടെമ്പറേച്ചർ നോക്കുക അതിനകത്ത്. അത് വെച്ച് അടിച്ചു നോക്കുമ്പോൾ ടെമ്പറേച്ചർ അബ്നോർമാലിറ്റി ആണെങ്കിൽ ഇതിനകത്ത് കയറണ്ടെന്ന് പറയും. അതാണ് അബ്നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ. അബ്നോർമാലിറ്റി വരുവാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നതാണ് അബ്നോർമാലിറ്റി ഇൻ മോളിക്കുലാർ മാസ്. അതായത് നിങ്ങൾ ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ
മോളിക്കുലാർ വെയ്റ്റിന് അബ്നോർമാലിറ്റി ഉണ്ടാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തത കാണിക്കുന്നു. അത് കൂടുകയോ കുറയുകയോ ചെയ്യാം. അതിവിടെ നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. അബ്നോർമാലിറ്റി, അപ്പം ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഇതാണ്. അബ്നോർമാലിറ്റി ഇൻ മോളിക്കുലാർ മാസ്, മോളാർ മാസ്. ഈ മോളാർ മാസിൻ്റെ അബ്നോർമാലിറ്റി ഉണ്ടാവും. അതിന് കാരണങ്ങൾ രണ്ടാണ്. ഒന്ന് പറയുന്നതാണ്, ആദ്യം ഓരോന്നോരോന്ന് പറയാം, കാരണം ഈ ബോഡി സ്ഥലം കുറവാണ്. ഡിസോസിയേഷൻ, ഒന്ന് ഡിസോസിയേഷനും, അപ്പോൾ മറ്റേത് എന്തായിരിക്കും? അസോസിയേറ്റ് ചെയ്യുക. അസോസിയേഷൻ. ഈ രണ്ട് കാരണങ്ങളാണ് ഇതിന് കാരണങ്ങൾ. വാട്ട് ആർ ദി ടു റീസൺസ് അബ്നോർമാലിറ്റി ഇൻ മോളിക്കുലാർ മാസ്? ഇറ്റ് ഈസ് ഡ്യൂ ടു വാട്ട്? ഡിസോസിയേഷൻ ആൻഡ് അസോസിയേഷൻ ഓഫ് ദി നോൺ ഇലക്ട്രോലൈറ്റ്. അതാണ് ഇലക്ട്രോലൈറ്റ്. നോൺ ഇലക്ട്രോലൈറ്റ് അല്ല, ഇവിടെ ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ്. ഒരു എക്സാമ്പിൾ എടുക്കാം. സോഡിയം ക്ലോറൈഡ് എടുത്ത് നോക്കാം. ഈ വ്യത്യാസം നോക്കാം. സോഡിയം ക്ലോറൈഡ് എടുക്കുമ്പോൾ ഇത് ഇലക്ട്രോലൈറ്റ് ആണ്, ഡിസോസിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആയില്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആയി. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആയിരുന്നു. ഓൾ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഞാൻ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആകുമ്പോൾ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആകും അല്ലേ? അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആയാൽ മോളിക്കുലാർ മാസ് താഴെയിൽ കിടക്കുന്നത് ഹാഫ് ആകും. കണ്ടോ? ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ്. നോക്കിയേ, ഇതാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വെച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുമ്പോൾ ക്വാളിറ്റി പ്രോപ്പർട്ടി കൂടും. നമ്പർ ഓഫ് പാർട്ടി ഡബിൾ ആകുമ്പോൾ ക്വാളിറ്റി പ്രോപ്പർട്ടി ഡബിൾ ആവും. നമ്പർ ഓഫ് പാർട്ടി ട്രിപ്പിൾ ആകുമ്പോൾ ക്വാളിറ്റി ട്രിപ്പിൾ ആവും അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആയാൽ മോളിക്കുലാർ മാസ്, നമ്പർ ഓഫ് പാർട്ടി ഡബിൾ ആയാൽ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആവും. ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആയാൽ മോളാർ മാസ് ഹാഫ് ആകും. കാണണം, ഇവിടെ നമ്പർ ഓഫ് പാർട്ടി ഡബിൾ ആയി. അപ്പോൾ നമുക്ക് എഴുതാം കാൽക്കുലേറ്റഡ് മോളിക്കുലാർ മാസ് എഴുതാം. എന്ത് വ്യത്യാസം നോക്കാം. കാൽക്കുലേറ്റ് അതായത് മോളാർ മാസ്, അതായത് നോർമൽ മോളാർ മാസ് ശരിക്കും എത്ര വരും? 23 + 35.5 അല്ലേ? 23 + 35.5 ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 58.5 ആണല്ലോ കാൽക്കുലേറ്റഡ് മോളിക്കുലാർ മാസ്, മോളാർ മാസ്, അതായത് കറക്റ്റ് മോളാർ മാസ്. ഇനി ഒബ്സർവ്ഡ് എത്ര വരും നോക്കാം. ഒബ്സർവ്ഡ് മോളാർ മാസ് എത്ര വരും നോക്കാം. ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിളായി, ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഡബിളായി. ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഡബിളായപ്പോൾ മോളിക്കുലാർ മാസ് ഹാഫ് ആകുന്നു, അതായത് 58.5/2 ആകുന്നു. ആണ് അബ്നോർമാലിറ്റി. അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങുമ്പോഴേ പറഞ്ഞത് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ദാറ്റ് ഷുഡ് ബി നോൺ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചപ്പോഴാണ് പ്രശ്നം വന്നത്, അബ്നോർമാലിറ്റി കാണിച്ചത്. കണ്ടോ? അപ്പോൾ കാൽക്കുലേറ്റഡ് മോളാർ മാസ് ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, ഒബ്സർവ്ഡ് മോളാർ മാസ് ഇങ്ങനെ എഴുതിക്കോട്ടെ. ഞാൻ ഡിവൈഡ് ചെയ്തേ 58.5/58.5/2. ഈ 2 goes up, cut. Therefore answer is what? 2. And this term is called, ഒരു പുതിയ ടേമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ടേമാണ്. ഇതിൻ്റെ കണ്ടുപിടുത്തം ഭയങ്കര കണ്ടുപിടുത്തമാണ്. ഒരു കാലത്തെ കെമിസ്ട്രിയോട് ഇഷ്ടമുള്ള ആരും മറക്കാൻ പാടില്ലാത്ത സംഭവമാണ്. കാരണം കെമിസ്ട്രിയിലെ ആദ്യത്തെ നോബൽ പ്രൈസ് കിട്ടുന്നത് ഈ ഡിസ്കവറിയുടെ ഫസ്റ്റ് 1901. നിങ്ങളൊന്നും ആരും ജീവിച്ചിരിപ്പില്ലെന്ന്, നിങ്ങളൊന്നും ആരുമില്ല. 1901 നോബൽ പ്രൈസ് കിട്ടുമ്പോൾ അല്ലേ, നോബൽ പ്രൈസ് കിട്ടുമ്പോൾ കെമിസ്ട്രിയിൽ കിട്ടുന്ന ആദ്യത്തെ നോബൽ പ്രൈസ് എന്ന് പറയുന്നത് വാൻ ഹോ ഫാക്ടറിൻ്റെ ഈ കണ്ടുപിടുത്തമാണ്. ഒരു കാരണവശാലും മറക്കരുത്. ഈ ടൈം ഈസ് കാൾഡ് വാട്ട്? ദാറ്റ് ഈസ് കാൾഡ് വാൻ ഹോ ഫാക്ടർ എന്ന് പറയും. അത് വാൻ ഹോഫ് ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ആ ടേമിന് പേരും വാൻ ഹോഫ് ഫാക്ടർ. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. വാൻ ഹോഫ് ഫാക്ടറിന് ഡെഫിനിഷൻ കൊടുക്കാം. റേഷ്യോ ഓഫ് ദി കാൽക്കുലേറ്റഡ് മോളിക്കുലാർ മാസ് ടു ദ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. കാൽക്കുലേറ്റഡ് മോളാർ മാസിനെ ഒബ്സർവ്ഡ് മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെയാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. What do you mean by one Hooke factor? It is the ratio of the, it is the ratio of the calculated molar mass to the observed molar mass. ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി, അല്ല ഒരുപാടൊന്നും പറയണ്ട.
ടൈം എത്ര ആയി. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുക, എളുപ്പത്തിൽ ചോദിക്കുക. ബേരിയം ക്ലോറൈഡിൻ്റെ വാൺ കോ ഫാക്ടർ എത്ര വരുമെന്ന് പറയാമോ? എന്താ 2 1 3 പാർട്ടിക്കിളല്ലേ. therefore ആൻസർ ഈസ് വാട്ട്? 3. I is equal to 3. അലുമിനിയം ക്ലോറൈഡ് എത്ര വരും? 5 അല്ലേ? 5 അല്ലേ? അതെ 5. HCl വാട്ട് ഇസ് വൺ കോ ഫാക്ടർ? 2 തന്നെ. ഗ്ലൂക്കോസ് ഇതെത്ര വരും? ഡിസോസിയേറ്റ് ചെയ്യും, നോൺ പോളാറാ 1. അപ്പോൾ ഐയുടെ വാല്യൂ നോൺ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ, നോൺ ഇലക്ട്രോലൈറ്റ് അല്ല എങ്കിൽ I is equal to what? 1. ഇലക്ട്രോലൈറ്റ് ഡിസോസിയേഷൻ നടക്കുകയാണെങ്കിൽ I എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ അസോസിയേഷൻ എന്തായിരിക്കും നോക്കാം നമുക്ക്. ഇതിവിടെ കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ആരും ഒന്നും മിണ്ടുന്നില്ല. നെഹജയ്ക്ക് ഡൗട്ടില്ല, സ്നേഹയ്ക്ക് ഡൗട്ടില്ല, ആരതിക്കും ഡൗട്ടില്ല, ഗോവർദ്ധനും ഡൗട്ടില്ല. ആരും ഒന്നും മിണ്ടുന്നില്ല. ആർക്കും ഡൗട്ടില്ല. അപ്പോൾ എനിക്ക് അടുത്തതിലേക്ക് കിടക്കാം. ആരും മിണ്ടുന്നില്ല. സന്ധിക്കും ഡൗട്ടില്ല. ലാസ്റ്റ് വൺ കോ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ദി കാൽക്കുലേറ്റഡ് മോളിക്കുലർ മാസ് ടു ദ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. ഇതിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഡിസോസിയേഷൻ നടക്കുന്നതെങ്കിൽ. സന്ധ്യ, ഇനി ഡൗട്ട്? ക്ലിയറായി? വെരി ഗുഡ്. ഡിസോസിയേഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആകുന്നു. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആകുമ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആകുന്നു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആകുമ്പോൾ മോളിക്കുലാർ മാസ് ഹാഫ് ആകുന്നു. അപ്പോൾ നോക്കി, കാൽക്കുലേറ്റ് ചെയ്ത മോളിക്കുലാർ മാസ് 58.5 ആണെങ്കിൽ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് അത്രയല്ല, 58.5/2 ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തേ. കാൽക്കുലേറ്റഡ് മോളാർ മാസിനെ ഒബ്സർവ്ഡ് മോളാർ മാസിനെ ഡിവൈഡ് ചെയ്ത് 58.5/2. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 2. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? I. അപ്പോൾ എങ്ങനെ വൺ കോ ഫാക്ടർ ഡിഫൈൻ ചെയ്യാം? നന്ദന, it is a ratio of the calculated molar mass to the observed molar mass. Ratio of the calculated molar mass to the observed molar mass. നിങ്ങൾക്ക് ഡൗട്ട്? any ഡൗട്ട്? ഇല്ല, ഒന്നുമില്ല. അനന്തു ഒന്നും വേണ്ടുന്നില്ല. നന്ദനയ്ക്ക് എന്തോ പറയണമെന്ന്. It is the ratio of the calculated molar mass to the observed molar mass. Calculated molar mass to the observed molar mass. Then what is called what? Calculated molar mass to the observed molar mass. അതിൻ്റെ എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്തു, ആ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്നിരിക്കുകയാണെങ്കിൽ അതിന് പോയിൻ്റ് ഇതാണ്, I-1 ഡിവൈഡ് ബൈ n-1. ഇതാണ് എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്തു എന്ന് വിളിക്കുക. I എന്ന് പറഞ്ഞാൽ വൺ കോ ഫാക്ടർ, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്ര ഉണ്ട്? 2 പാർട്ടിക്കിൾ ഉണ്ട്. ആണോ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ I-1 ഡിവൈഡ് ബൈ n-1. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു I-1 ഡിവൈഡ് ബൈ n-1. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഞാൻ എഴുതുവാണ്. ആ പോയിൻ്റ് എഴുതാണ്. ആൽഫ ഇസ് ഈക്വൽ ടു വാട്ട്? I-1 ഡിവൈഡ് ബൈ n-1. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. തർക്കമില്ലേ? അസോസിയേഷനിലേക്ക് പോകാമോ? Abnormality in molar mass is due to dissociation and association of the electrolyte. Electrolyte ആണെങ്കിലുള്ള കണ്ടീഷനാണ്. കൺസിഡർ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ വിച്ച് ഡിസോസിയേറ്റഡ് ആസ് Na plus and Cl minus. Here നമ്പർ ഓഫ് പാർട്ടിക്കിൾ നിങ്ങൾ നോക്കിയേ 2 ആയി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആവുന്നു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡബിൾ ആയാൽ മോളാർ മാസ് ഹാഫ് ആവുന്നു.
അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത മോളിക്കുലാർ മാസ് 58.5 ആണെങ്കിൽ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് എത്ര വരും? 58.5/2 ആയിരിക്കും. ഇത്രക്കും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വേറെ ഒന്നുമില്ല. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തോ? ഡിവൈഡ് ചെയ്തപ്പം 2 കിട്ടത്തില്ലേ? ദാറ്റ്സ് ഈക്വൽ ടു I. വാട്ട് ഇസ് മൈ 1 factor? 1 factor may be defined as the ratio of the calculated molar mass to the observed molar mass. അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്തു. ഇത് എത്രമാത്രം ചിലപ്പോൾ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നതല്ല. അസറ്റിക് ആസിഡ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നതല്ല. അങ്ങനെ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഐയുടെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഐയുടെ വാല്യൂ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു I-1/n-1. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അങ്ങനെ അസോസിയേഷൻ പറയട്ടെ. അസോസിയേഷൻ and abnormality in molecular weight is due to association of the electrolyte. Association. Consider acetic acid dissolved in benzene. Benzene at dissolve ചെയ്യുക. അസറ്റിക് ആസിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ 2 മോളിക്കുൾ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് ഒറ്റ മോളിക്കുളായിട്ട് മാറും. അതുകൊണ്ടോ ആണ്ടോ ഇത് ചേർന്നങ്ങിരിക്കും. ഇത് 2 മോളിക്കുളാണ്, വ്യത്യസ്ത മോളിക്കുളാണ്. അതായത് 2H എന്ന് പറയുന്നതും H2 എന്നുള്ള വ്യത്യാസമുണ്ട്. ഇതൊറ്റ മോളിക്കുളാണ്, ഇത് 2 എണ്ണമാണ്. കണ്ടോ? ഇത് 2 മോളിക്കുൾ ചേർന്ന് ഒന്നായി അസോസിയേറ്റ് ചെയ്ത്. അസോസിയേഷൻ വനിതാ സംഘടന, പുരുഷ സംഘടന, എക്സ് സർവീസ് സംഘടന, അധ്യാപക സംഘടന, അല്ലേ, വിദ്യാർത്ഥി സംഘടന, അധ്യാപക സംഘടന, വിദ്യാർത്ഥി സംഘടന. ആണ്ടോ സംഘടന സംഘടിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ്, ഒറ്റക്കെട്ടാണ്. പറയാം വിദ്യാർത്ഥി ഐക്യം, അല്ലേ, ഐക്യം, ഒറ്റക്കെട്ട്, സിന്ദാബാദ്. അതേയുണ്ടോ? ഐക്യമായി, ഒറ്റക്കെട്ടായി, ഒറ്റക്കെട്ട്, ഞങ്ങൾ ഒറ്റക്കെട്ടായി. 2 എന്നുള്ളത് 1 ആയി മാറി. ഡയാലിസിസ് ഇരട്ട പോലെ. കണ്ടോ? ഇപ്പം നോക്കി കാൽക്കുലേറ്റഡ് മോളിക്കുലാർ മാസ് നോക്കാം. കാൽക്കുലേറ്റഡ് മോളിക്കുലാർ മാസ്, കാൽക്കുലേറ്റഡ് മോളാർ മാസ് എന്ന് പറഞ്ഞ് നോക്കാം. 2 കാർബൺ എത്ര വരും? 24, 4 ഹൈഡ്രജൻ 4, 2 ഓക്സിജൻ 32, 4 നൈട്രജൻ 13, 60, 60 വരും. പക്ഷെ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് നോക്കാം. ഒബ്സർവ്ഡ് മോളാർ മാസ് എന്താ നോക്കിയേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഹാഫായി. 2 എന്നുള്ളത് ഹാഫായില്ലേ, പകുതി ആയില്ലേ, 1 ആയില്ലേ, ഒറ്റൊരു മോളല്ലേ ഉള്ള. ഇവിടെ 1 മോൾ. നമ്പർ ഓഫ് മോൾസ് ഹാഫായി, നമ്പർ ഓഫ് മോൾസ് ഹാഫായി, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഹാഫായി. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഹാഫായപ്പോൾ ക്വാളിറ്റി പ്രോപ്പർട്ടി ഹാഫായി. ക്വാളിറ്റി പ്രോപ്പർട്ടി ഹാഫായാൽ മോളിക്കുലാർ വെയിറ്റ് ഡബിൾ ആകും. 120 ആകും. ഓക്കെ. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഹാഫായി, 2 എന്നുള്ളത് 1 ആയി. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഹാഫായപ്പോൾ ക്വാളിറ്റി പ്രോപ്പർട്ടി ഹാഫായി. ക്വാളിറ്റി പ്രോപ്പർട്ടി ഹാഫായപ്പോൾ മോളിക്കുലാർ വെയിറ്റ് ഡബിൾ. അതാണ് 60 എന്നുള്ളത് 120 എഴുതിയത്. Therefore CM/OM എടുത്ത് നോക്കി. 60/120 ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 1/2. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? I. എന്ന് പറഞ്ഞാൽ I എന്ന് പറയുന്നത് അസോസിയേഷൻ നടക്കുമ്പോൾ I<1 ആയിരിക്കും. മറക്കണ്ട, I<1. അവിടുത്തെ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു 1 - I. ഒന്നിനൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് 1 - I എഴുതിയത്. 1 - I/1 - 1/n. ഇതാണ് ആ ഫോർമുല, മറക്കണ്ട. ഫോർ അസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു വാട്ട്? 1 - I/1 - 1/n. That is abnormality in molecular weight is due to what? Association and dissociation of the electrolyte. അസോസിയേഷൻ 2 മോളിക്കുൾ അസോസിയേറ്റ് ചെയ്ത് ഒറ്റ മോളിക്കുളായി മാറുക. അപ്പോൾ 2 എന്നുള്ളത് 1 ആയി മാറുക, 10 എന്നുള്ളത് 5 ആയിട്ട് മാറുക. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഹാഫായി. 2 എന്നുള്ളത് 1 ആയി, ഹാഫായി. 2 എന്നുള്ളത് 1 ആയി, ഹാഫായി. ക്വാളിറ്റി പ്രോപ്പർട്ടി ഹാഫായി. ക്വാളിറ്റി പ്രോപ്പർട്ടി ഹാഫായ മോളിക്കുലർ മാസ് ഡബിളാകും. അതാണ് എഴുതിയിരിക്കുന്നത്. 60 എന്നുള്ളത് 120 ആണ്. 60/120 ദാറ്റ് ഈസ് ഹാഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I. ആൽഫ ഇസ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട്? എനിബഡി? എല്ലാവർക്കും ഡൗട്ടില്ല? ഗോവർദ്ധൻ? ഇല്ല. സൂര്യ? ഇല്ല.
ശരിക്കും ഡൗട്ടില്ല. അഫൈ ഡൗട്ടൊന്നും പറയുന്നില്ല. അനന്തു ഒന്നും മിണ്ടുന്നില്ല. ഡൗട്ടില്ലാതാണോ ഉണ്ടായിരിക്കുവാണോ? ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം, ഒരു പ്രശ്നമില്ല. എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാലും പറയും, എന്ത് വേണമെങ്കിലും പറയും. നിങ്ങളിട്ട് ചെയ്തിട്ട് നോക്കുക, ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, കൂടെ മാറ്റി ഇട്ട് നോക്കുക, 2 പ്രാവശ്യം ഇട്ട് നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എന്നെ വിളിക്കുക. വിളിച്ചാൽ പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. നിങ്ങൾ പഠിക്കുക, നന്നായി പഠിച്ച് റെഡിയാകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം തരട്ടെ. ഒരു പ്രോബ്ലം പേപ്പർ ഒരു പ്രോബ്ലം ഉണ്ടോ നോക്കട്ടെ. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെയ്നിങ് a solution containing solution containing 3.1 gram barium chloride in 250 gram water. Boils at 100.083 degrees centigrade. Calculate Van-Hoff factor. KB is equal to 0.52. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ തനിച്ച് ചെയ്യാൻ നോക്കുക. ഞാനിതൊന്ന് പറഞ്ഞു തരാം. ആദ്യം ഇതിൻ്റെ കംപ്ലീറ്റ് ഡേറ്റാസ് എഴുതണം. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഈ കെ ബി ഒക്കെ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആണ്ട് കെ ബി ഇതാണ്. ആ ഇക്വേഷൻ ആദ്യം എഴുതാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഡെൽറ്റ ടി ബി is equal to 1000 KB W2 by W1 into M2. ഇവിടെ ഐയുടെ വാല്യൂ വന്നുകൊണ്ട് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കേട്ടോ, ഐ കൂടെ ചേർക്കണം. ഇതിൽ ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുമ്പോൾ നോൺ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഐ സിക്കൽ 1, അപ്പോൾ ഈ ഐ കാണത്തില്ല. കേട്ടോ, ഐ സിക്കൽ 1, അതുകൊണ്ട് അങ്ങനെ ഇടത്ത്. ഇവിടെ ഐ ഉപയോഗിക്കണം, കാരണം ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കുന്നത്. മാത്രമല്ല ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഐയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഐ ഇൻറ്റു ദിസ് എഴുതണം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസൊക്കെ എഴുതാം, നോക്കാം. ഡെൽറ്റ ടി ബി തന്നിട്ടുണ്ട്. വേണ്ട, ആദ്യം ഓരോന്ന് എഴുതാം. ഡെൽറ്റ ടി ബി is equal to ഓരോ വാല്യൂ എഴുതാം നമുക്ക്. അതുകൊണ്ട് ഇത് ബോയിൽ പോയിൻ്റ് ആണ്. അപ്പോൾ വീണ്ടും എഴുതാം നമുക്ക്. 100.083 മൈനസ് 100 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എത്ര? 0.083 ഡെൽറ്റ ടി ബി കിട്ടി. ചേഞ്ചിനല്ലേ? 100 എത്ര ബോയിലിംഗ് പോയിൻ്റ് വാട്ടർ അല്ലേ? അതെ. അപ്പോൾ ഡിഫറൻസ് എടുക്കും. ഒന്ന് കിട്ടി, ഇത് കിട്ടി. നമുക്ക് ഐ കണ്ടുപിടിക്കണം. ഐ സീക്വൽ വാട്ട് 1000. ഓക്കെ, കെ ബി തന്നിട്ടുണ്ട്. എത്ര? 0.52 ആണ്ടോ. W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, ഇതാണ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. W2 3.1. W1 ഏതാ? W1 ആണോ? വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. W1 വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് is equal to 250. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് M2 ബേരിയം ക്ലോറൈഡിൻ്റെ. ബേരിയം ക്ലോറൈഡാണ് സൊല്യൂട്ട്. മോളാർ മാസ് എത്ര വരും? ബേരിയത്തിൻ്റെ 33 ആണ്. 33.5 വരും. 233.5 മോളാർ ഇതിൻ്റെ അറ്റോമിക് മാസ്. ക്ലോറിൻ്റെ 71, 35.5, 35.71. നമ്മൾ ആഡ് ചെയ്തേ. 3, 4, 7, 10, 2, 3. 304 പോയിൻറ്റ്. കറക്റ്റാണോ? 5, 7, 3, 4, 7, 10, 2, 304 പോയിൻറ്റ്. ഇപ്പോൾ എല്ലാ വാല്യൂസും ഇല്ലേ? ഇതുണ്ട്,
ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. ഐ കണ്ടുപിടിച്ചൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 0.083. ഇനി കാൽക്കുലേഷൻ നിങ്ങളുടെ മുന്നില്ല. I ഇൻറ്റു 1000 ഇൻറ്റു KV എത്ര? 0.52 ഇൻറ്റു W2 എത്ര? W2 3.1 ഡിവൈഡ് ബൈ W1 250 ഇൻറ്റു M2 എത്ര? 304.5. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ I = 1. നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തോ. 2 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് തരാം. പ്രോബ്ലം ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഇത്രയേ ഉള്ളൊരു കാര്യം. എവിടെ നിന്ന് ഐ വന്നു വച്ചാൽ ഇത് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഐ ഉപയോഗിച്ചത്. ആണ് ഐ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയറായോ? ഇത്ര വന്ന ആൻസർ പറയാൻ. ഇനി ഈ ഫോമിൽ ആദ്യം എടുക്കാമല്ലോ. ഐ എടുക്കാം. ഐയുടെ മൾട്ടിപ്പിൾ ആണ്. അത്രയേ ഉള്ളൂ. ഇനി ഓരോ വാല്യൂ നോക്കാം. ഡെൽറ്റ ടി വിയുടെ വാല്യൂ എത്ര? 100.083 മൈനസ് ഉണ്ട്. അതെങ്ങനെ കിട്ടി? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 - T1 എന്ന് പറഞ്ഞില്ലേ? ഇതാ ബോയിലിംഗ് പോയിൻ്റ് സോൾവെൻറ്റ് T2 - T1. അപ്പോൾ ഇത് കിട്ടിയില്ലേ? ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. KBയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. W2 വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് സൊല്യൂട്ട് ഉണ്ടോ? 3.1. വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് 250 ഗ്രാം ഉണ്ടോ? ഈ മോളാർ മാസ് സൊല്യൂട്ടാണ് എടുക്കേണ്ടത്. വാട്ടറിൻ്റെ അല്ല, സോൾവെൻ്റ് അല്ല എടുക്കേണ്ടത്, സൊല്യൂട്ട്. 30 മോളാർ മാസ് എത്ര? 304.5 കണ്ടുപിടിച്ച് വേരിയം ക്ലോറിൻ എടുത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഐ കിട്ടും. അങ്ങനെ കാര്യം വല്ലതും ഉണ്ടോ? ആൻസർ എത്ര വന്ന്? 3.91. ഓക്കെ, 3.91 എന്ന് കിട്ടി. നെഗറ്റീവ് കിട്ടിയല്ലോ. 3.91 കിട്ടിയില്ലേ? കിട്ടി. ഗോവർദ്ധൻ കിട്ടി. ഇതിലുണ്ടെ പറയണം. അശ്വിന് കിട്ടിയോ? കിട്ടി. അശ്വിനും കിട്ടി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. അനന്തു കിട്ടി. ഓക്കെ, ഒരെണ്ണം തരട്ടെ. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞ ശേഷം ഞാൻ ചെയ്യുള്ളൂ. ആർക്കെങ്കിലും വ്യത്യാസം ആൻസർ വല്ല വന്നോ? ഇല്ല, ഒന്നും വന്നില്ല. വെരി ഗുഡ്. 3.91. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ പറയട്ടെ. നിങ്ങൾ തന്നെ ചെയ്യണം, ഞാൻ ഒന്നും പറയൂല. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാം. എഴുതിക്കേ. ദ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് എ സൊല്യൂഷൻ containing 0.3 gram of acetic acid. 0.3 gram acetic acid. 0.3 gram acetic acid in 30 gram of benzene. 30 gram of benzene. 30 gram. 30 gram of benzene is lowered by 0.45 degrees centigrade. Calculate one cofactor. KF equal to 5.12. KF equal to 5.12. ചെയ്ത് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് അറിയാമല്ലോ. KF ആണ്. അപ്പോൾ KFൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കണം. ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻറ്റു ആണ്. ഇത് ഉപയോഗിക്കണം. ഇവിടെ I എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ്, ഇലക്ട്രോലൈറ്റ് ആണ്. ഡിസോസിയേറ്റ് ചെയ്യും.
ഇവിടെ ഫാൻ അത്യാവശ്യം കേട്ടോ. ഓ എന്ത് പോവാ. ഡെൽറ്റ ടി എഫ്, ആദ്യം ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കണം. ഡെൽറ്റ ടി എഫ് സീക്കൽ ടു എത്ര തന്നിരിക്കുന്നത്? ആ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 0.45 എന്ന് തന്നിട്ടുണ്ട്. ഐ കണ്ടുപിടിക്കണം 1000. ഓക്കെ. കെ എഫ് തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഒന്നും ആലോചിക്കാനില്ല, അങ്ങനെ കഴുകി കൊടുത്താൽ മതി. 5.12. W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ടാണിത് കുറവുള്ളത് 0.3. വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് W1 30 ഗ്രാം 30. പിന്നീട് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, അസറ്റിക് ആസിഡ് മോളാർ മാസ് കണ്ടുപിടിക്കണം. CH3COOH 2 കാർബൺ 24, 4 ഹൈഡ്രജൻ 4, 2 32, 8 2 10 6 60. എല്ലാ വാല്യൂ ഇല്ലേ, ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇതാ 0.45 സീക്കൽ ടു ഐ കണ്ടുപിടിക്കണം ഇൻറ്റു 1000 ഇൻറ്റു കെ എഫ് എത്ര 5.12 ഇൻറ്റു W2 0.3 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 60. Therefore I is equal to എത്ര വരുന്ന കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ പറ. ആൻസർ 2ൽ താഴെ വരാവൂ, മറ്റേത് 3ൽ താഴെ വരാവുന്നായിരുന്നു. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നാൽ അങ്ങനെ വന്നത്. കിട്ടിയ ആൻസറാ? ആർക്കൊക്കെ ആൻസർ കിട്ടി? 0.52 ആണോ? 0.52 അല്ല വരേണ്ടത്, 2 താഴെ. ഇത്ര അല്ലല്ലോ, എന്താ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. 0.52 വന്നു വന്നേ. ആണോ? ആ, എല്ലാവർക്കും എങ്ങനെ കിട്ടിയോ? 0.52 ആണോ? ഇപ്പം ചെയ്യാൻ മനസ്സിലായല്ലോ. എവിടെ ഐ ഉപയോഗിക്കണമെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഐ ഉപയോഗിക്കേണ്ടി വരും. ഡിസോസിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ ഐ ഉപയോഗിക്കുക, അല്ല ഉപയോഗിച്ച് കളയരുത്. ആർക്കും ഡൗട്ടില്ല? ഒരു പ്രോഡക്റ്റ് വേണോ? 1 മോർ? അതോ മനസ്സിലായി? ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് തരാം, അതല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് വരാം. വൺ മോർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. യെസ്, റൈറ്റ് ഡൗൺ ദിസ്. A solution containing a solution containing point 8960 gram K2SO4 potassium sulfate in 500 ml solution. In 500 ml solution. In 500 ml solution. Gave an osmotic pressure
osmotic pressure is found to be 0.690 atmosphere at 27 degrees centigrade. Calculate 1 factor. ഇവിടെ ഏത് ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടത്? ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ കൊണ്ടുവരണം. അതായത് പൈ വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷനിൽ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് അല്ലേ, വെയിറ്റ് ബൈ മോളാർ മാസ് ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇവിടെ ഒരു ഐയുടെ വാല്യൂ കൊണ്ട് ഉപയോഗിക്കണം. ആണ്ട പൈ വി ഈസ് ഈക്വൽ ടു ഇതാക്കി എൻ നമ്പർ ഓഫ് മോൾസിനെ വെയിറ്റ് ബൈ മോളാർ മാസ് ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓരോ വാല്യൂ എഴുതി നോക്കാം. ആദ്യം പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര? 0.690 അറ്റ്മോസ്ഫിയർ. വി ഓർമ്മ വേണം, വോളിയം ലിറ്ററിലാക്കി മാറ്റണം. അതായത് 500-നെ ഡിവൈഡ് ബൈ 1000 1000 ഡിവൈഡ് ചെയ്യുമ്പം ലിറ്ററിലായില്ലേ? ദാറ്റ് ഈസ് 0.5 ലിറ്റർ ആയില്ലേ? 0.5 ലിറ്റർ ലിറ്ററിലാക്കി മാറ്റാൻ ശ്രദ്ധിച്ചോണം. ഇനി പൈ ആയി വി ആയി ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട് 0.8960 തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ അറിയാം, 0.0821 പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കിലോമീറ്റർ മോൾ. ടി ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതിൻ്റെ കൂടെ 273 കൂട്ടി നോക്കി കെൽവിനാക്കി മാറ്റണം, 300 കെൽവിൻ. ഇനി M2 മോളാർ മാസ് പൊട്ടാസ്യം സൾഫേറ്റ്. പൊട്ടാസ്യം 39, 230 പൊട്ടാസ്യം ആകുമ്പം 68 അല്ല 78 വരും 78. സൾഫർ 32, ഓക്സിജൻ 64. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടും? ഇത് പീരിയഡ് ക്ലാസിഫിക്കേഷനകത്ത് അല്ല, നിങ്ങളുടെ പീരിയഡ് ടേബിളിനകത്ത് കിട്ടും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കും. 2 14 14 7 3 11 11 17 ശരിയാണോ നോക്കി? 4 2 6 8 6 14 1 6 7 3 14 17 17 174. എല്ലാ വാല്യൂ ഇല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ, എല്ലാ വാല്യൂ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടില്ല സുരേഷ് ഗോപി പറഞ്ഞോ ഞാൻ എല്ലാം എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എടുക്കണം. അതെ, പക്ഷേ നിങ്ങൾ എടുക്കുമ്പം എടുത്തതായിരിക്കണം, അല്ല വെറുതെ പറയരുത്. എടുക്കുകയാണെങ്കിൽ ഞാനിതെല്ലാം എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞോളാവരുത്. നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങ് എടുത്തേക്കണം. അതെ, മൊത്തം അങ്ങ് എടുത്തേക്കണം. എടുത്തേക്കു, കംപ്ലീറ്റ് അങ്ങ് എടുത്തു. എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പൈയുടെ വാല്യൂ എത്ര? 0.69. വോളിയം എത്ര? 0.5. ഐ കണ്ടുപിടിക്കണം. W2 ഡേറ്റ എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെ പാടൊന്നുമില്ല. പിന്നെ നിങ്ങൾ 0.0821, പിന്നെ നിങ്ങളുടെ മുന്നിൽ കാൽക്കുലേറ്റർ ആയിരിക്കുന്നത് 300 ഹോൾ ഡിവൈഡ് ബൈ M2. ഇനി നിങ്ങളുടെ ആവശ്യം, എൻ്റെ ആവശ്യമൊന്നുമില്ല. ഐ കണ്ടുപിടിച്ചൂടെ? ഒന്ന് കണ്ടുപിടിക്കുകയായി. കിട്ടിയോ? ഇനി വേണോ ക്വസ്റ്റ്യൻ? ആൻസർ ഹണി ചെയ്തു. ഗോവർദ്ധൻ ചെയ്തോ? ഗോവർദ്ധൻ ചെയ്തോ? നികജാ മിണ്ടുന്നില്ല. ഐയുടെ വാല്യൂ 0.27 നീട്ടിയേക്കുന്നു. കിട്ടിയോ? അശ്വിൻ സന്ധ്യ ക്ലിയറായി. ഹണി ആൻസർ കിട്ടിക്കഴിഞ്ഞു. നന്ദന ഇതൊരു ആൻസർ ക്ലിയർ ആക്കിയില്ല. അശ്വിൻ ചെയ്തല്ലോ. അനന്തു ചെയ്തോ? അനന്തു ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറ. ഡൗട്ടുണ്ടോ? എനി ഡൗട്ട്? ഇല്ല, ഉറപ്പായി.
ക്ലിയറായി? വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്യണ്ടേ? അതിനെ ബേസ് അതൊന്ന് എഴുതിക്ക്. 0.127 കിട്ടി എല്ലാവർക്കും? ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം എഴുതി. ഇതിനെ ബേസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് I. Find the value of I if the electrolytes undergo 30% dissociation. 30% dissociation. I കണ്ടുപിടിക്കണം. 30%. ഉടനെ നമ്മൾ ഇക്വേഷൻ എഴുതാം. ആൽഫ ഇസ് ഈക്വൽ ടു I-1 divided by n-1. ആ ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് എഴുതണം? 30% ഇലക്ട്രോലൈറ്റ് അസറ്റിക് ആസിഡ് ആണെന്ന് ഇരിക്കണേ. ഇലക്ട്രോലൈറ്റ് അസറ്റിക് ആസിഡാണ്. ഈ ഫോമിൽ എഴുതണം. 30% എന്ന് പറഞ്ഞാൽ 30/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 30/100. 30% അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു I-1 ഡിവൈഡ് ബൈ n. അസറ്റേറ്റ് അയോൺ ആൻഡ് H+, രണ്ട് പാർട്ടികളുണ്ടോ? അവ 2 ആണ്. നമ്പർ ഓഫ് പാർട്ടികൾ 2 - 1. ദാറ്റ്സ് ഈക്വൽ ടു I-1 ഡിവൈഡ് ബൈ 1. I-1 ഇസ് ഈക്വൽ ടു 0.3 അല്ലേ? ഇപ്പുറത്ത് കൊണ്ടുപോവാ. I ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് 1.3 വരും ആൻസർ. അപ്പോൾ ലെസ് ദാൻ ഉണ്ടോ? ഇത് 2 കിട്ടേണ്ടതാണ്. പക്ഷേ അബ്നോർമാലിറ്റി ഉണ്ട്, I ഉണ്ട്. Iയുടെ വാല്യൂ 1.3 ആയി. ഈ ഡൗട്ട് ഇല്ല? ഇപ്പോൾ ക്ലിയർ ആയോ? ഇത്രയും അസോസിയേഷൻ്റെ ഫോമുല എഴുതിയാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അസോസിയേഷനാണ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, ഈ ഫോമുല ഇട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഡൗട്ട് ഇത്രയും ഇല്ല. അങ്ങനെയാണ് നമ്മുടെ പാർട്ട് 5 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു പാർട്ട് കൂടെയാണ്, അത് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ തീരും. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ. സ്വല്പം ലെന്തിയാണ്, നമുക്കൊരു 1.5 മണിക്കൂർ വേണ്ടി വരും. മുറിച്ച് വെക്കാനൊക്കത്തില്ല. നമുക്ക് അടുത്ത ദിവസം നമുക്കത് തീർക്കണം, തീർച്ചയായിട്ടും തീർക്കണം. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ അത് കഴിയുമ്പോൾ നമ്മുടെ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം തീരും. പാർട്ട് 6 തീരുവാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം. ഓക്കെ, ബൈ.